നമസ്കാരം. ആം ആദ്മി പാർട്ടിക്ക് 2014 വർഷം മുതൽ 2022 വരെ 133.54 കോടി രൂപ നൽകിയെന്ന് ഖലിസ്ഥാൻ അനുകൂല സംഘടനാ നേതാവ് ഗുർപട്വന്ത് സിംഗ് പന്നു അവകാശപ്പെട്ടു. ഖലിസ്ഥാൻ വിമോചന സേന ഭീകരൻ ജയിലിൽ കഴിയുന്ന ദേവേന്ദർ പാൽ സിംഗ് ഭുള്ളറെ മോചിപ്പിക്കാൻ 2014 AAPയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി ധാരണയായതെന്നും ഇതിനുള്ള പ്രത്യുപകാരമായി പണം കൈമാറുകയായിരുന്നുവെന്നും സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ നേതാവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിൽ ആരോപിക്കുന്നു. ഇത് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരുന്ന AAP ഖലിസ്ഥാൻ അനുകൂലികളോട് മറുപടി പറയേണ്ടി വരുമെന്നും പന്നു പറയുന്നു. 2014 ന്യൂയോർക്കിൽ ഖലിസ്ഥാൻ അനുകൂലികളുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ഭുള്ളറെ മോചിപ്പിക്കാമെന്ന വാഗ്ദാനം അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് എന്നാണ് വിശദീകരണം. ലൂധിയാനയിൽ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായിരുന്ന ഭുള്ളർ ചണ്ഡീഗഡ് സീനിയർ പോലീസ് സൂപ്രണ്ട് SS സൈനിയെ വധിക്കാൻ 91 ഓഗസ്റ്റ് 29-നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മനീന്ദർ സിംഗ് ബിഡ്ഡയെ വധിക്കാൻ ഡൽഹിയിൽ 93 സെപ്റ്റംബർ 10-നും നടത്തിയ ബോംബ് സ്ഫോടനങ്ങളിൽ പങ്കുവഹിച്ചു എന്നായിരുന്നു കണ്ടെത്തൽ. നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ഭുള്ളറുടെ ശിക്ഷ 2014 സുപ്രീം കോടതി ജീവപര്യന്തമാക്കി കുറച്ചിരുന്നു. ജയിൽ മോചിതനാക്കണമെന്ന ഭുള്ളറുടെ അപേക്ഷ ഈ വർഷം ജനുവരിയിൽ തുടർച്ചയായി 7ാമത് തവണയും കോടതി തള്ളുകയും ചെയ്തു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ ഖലിസ്ഥാൻ അനുകൂലികളിൽ നിന്ന് 50 കോടിയിലേറെ രൂപ സംഭാവന സ്വീകരിച്ചു എന്ന് ഈ വർഷം ആദ്യം പന്നു ആരോപിച്ചിരുന്നു. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ അമരീന്ദർ സിംഗും AAPക്ക് ഖലിസ്ഥാൻ ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. രാജ്യത്തിൻ്റെ ആകെ സ്വാസ്ഥ്യം കെടുത്തിയ ഖലിസ്ഥാൻ എന്ന സ്വതന്ത്ര പഞ്ചാബ് ആശയം 40കളിൽ അകാലിദൾ നേതാവ് മാസ്റ്റർ താരാ സിംഗ് മുന്നോട്ട് വച്ചിരുന്നതാണ്. ഇന്ത്യ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമായി വീതിച്ചു നൽകുമ്പോൾ സിഖുകാരുടെ ജന്മഭൂമിയായ പഞ്ചാബിനും സ്വതന്ത്ര പദവി നൽകണമെന്നതായിരുന്നു അകാലിദൾ നേതാവിൻ്റെ ആവശ്യം. ഈ ഖലിസ്ഥാൻ വാദത്തിൻ്റെ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന നേതാവ് ആണ് പന്നു. 81 ഏപ്രിലിൽ അമേരിക്കയിൽ താമസിച്ചു വന്ന ഗംഗാ സിംഗ് ധില്ലനാണ് ഖലിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്. 80കളിൽ അമൃത്സറിലെ അകാലി ആത്മീയ കേന്ദ്രമായ സുവർണക്ഷേത്രം ആസ്ഥാനമാക്കി ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല സായുധ കലാപം അഴിച്ചുവിട്ടതോടെയാണ് രാജ്യത്തിനകത്തും പുറത്തും വൻ പ്രത്യാഘാതമുണ്ടാകുന്നത്. പോലീസും സുരക്ഷാ സേനയും ഉൾപ്പെടെ നിയമവാഴ്ച നിലനിർത്താൻ ശ്രമിച്ച എല്ലാ വിഭാഗങ്ങളുടെയും നേരെ ആക്രമണങ്ങൾ നിത്യസംഭവമായി മാറി. സമാധാനം സ്ഥാപിക്കാനുള്ള സകല ചർച്ചകളും ശ്രമങ്ങളും വിഫലമാക്കി ഭിന്ദ്രൻവാല ഭീകരവാഴ്ച തുടർന്നപ്പോൾ 84-ൽ ഇന്ത്യൻ പട്ടാളം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ സുവർണക്ഷേത്രത്തിനുള്ളിൽ കടന്നുകയറി ഭിന്ദ്രൻവാലയെ വെടിവെച്ചു കൊന്നതോടെയാണ് അസ്വസ്ഥമായ സമാധാനമെങ്കിലും നിലവിൽ വന്നത്. എന്നാൽ അതിന് രാജ്യം നൽകേണ്ടി വന്ന വില കനത്തതായിരുന്നു. അതേ വർഷം ഒക്ടോബർ 31-ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേരെ അവരുടെ അംഗരക്ഷകരിൽപ്പെട്ട സത്വന്ത് സിംഗും ബിയാൻ സിംഗും നിറയൊഴിച്ചു. ഡൽഹിയിൽ ആളിപ്പടർന്ന പ്രതികാര ജ്വാലയുടെ മറവിൽ നിരപരാധികളായ ആയിരക്കണക്കിന് സിഖുകാരെ ആസൂത്രിത കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കിയത് മറ്റൊരു ദുരന്തം. വിദേശത്ത് വേരുകളുള്ള ഖലിസ്ഥാൻ ഭീകരപ്രസ്ഥാനം 4 പതിറ്റാണ്ട് കാലത്തോളം പിന്നെ പത്തിവിടർത്തിയിരുന്നില്ല. ഇപ്പോഴാണ് ഈ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും ആളുകളുമൊക്കെ ഇത്തരം ആരോപണങ്ങളും മറുപടികളുമായി എത്തുന്നത്. അതേസമയം മദ്യനയക്കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയിൽ അടിയന്തരവാദമില്ല എന്നാണ് സൂചന. അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്ന ആം ആദ്മി അഭിഭാഷകരുടെ ആവശ്യം സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. പ്രത്യേക ബെഞ്ച് കേസ് പരിഗണിക്കില്ല എന്നാണ് വിവരം. അറസ്റ്റ് രേഖപ്പെടുത്തിയ ED സംഘം അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആം ആദ്മി പ്രവർത്തകർ ഡൽഹിയിൽ പ്രതിഷേധിക്കുകയാണ്. കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ ഇന്ത്യ സഖ്യം നേതാക്കളുമായി യോജിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്യുന്നത്. ഇന്ത്യ സഖ്യം നേതാക്കളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വലിയ ഒരു പ്രക്ഷോഭത്തിനാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് സൂചനകൾ. ഡൽഹിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും വസതിയിലേക്കും മാർച്ച് നടത്തുമെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറസ്റ്റ് ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നടത്തിയത് എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അതേസമയം BJP ഇപ്പോൾ ഖലിസ്ഥാൻ നേതാവ് പന്നു ഉന്നയിച്ച ഈ കോഴ ആരോപണം വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് BJP പോസ്റ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇടുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള ഒരു നീക്കത്തിനാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ നേതൃത്വം ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ.